ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് സൗദി അറേബ്യയിലെ സബ്ബയിലുള്ള സൂക്കിലാണ്. സൂക്കിൽ ഈവനിങ്ങിൽ നമ്മൾ പോയാലുള്ള കാഴ്ചകളാണ് ഈ വീഡിയോയിലുള്ളത്. ഇവിടെ നമ്മൾ സൂക്കിൽ വന്നാൽ പിന്നെയും നമുക്ക് വരാൻ തോന്നും. എത്ര വട്ടം വന്നാലും പിന്നെയും വരാൻ തോന്നും. ഒരു സ്പെഷ്യലായിട്ടുള്ള സൂക്കാണ്. അതിന് ഫ്ലവറിൻ്റെ അതേപോലെ അതിൻ്റെ ഇലകളുടെയൊക്കെ സ്മെല്ലൊക്കെ ഒരു പ്രത്യേക ഫീലാണ്, വേറൊരു വൈബാണത്. സബ്യ എന്ന് പറയുന്നത് ജസാൻ പ്രവിശ്യയിലുള്ള സ്ഥലമാണ്. ഇത് ആക്ച്വലി യമൻ്റെ ബോർഡറാണ്. പണ്ട് കാലത്ത് ഇവിടെയൊക്കെ യമനായിരുന്നു, പിന്നെ സൗദി പിടിച്ചെടുത്തതാണ്. ഇവിടെ മോസ്റ്റ് ഓഫ് ദം യമനിലുള്ള ആൾക്കാരാണ്. ഒരു 50% ആളുകളും യമനിലുള്ളതാണ്, യമനീസാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു രീതിയിലൊക്കെയാണ് ഈ ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാർ ജീവിക്കുന്നതൊക്കെ. ഈ കാണുന്ന ഹെയർ ബാൻഡ് പോലെ കെട്ടുന്നത് യമനിലുള്ള ആൾക്കാർ അവരെ തലയിൽ വെക്കുന്നതാണ്. അതായത് എന്തെങ്കിലും പ്രത്യേകത ദിവസങ്ങൾ വരുമ്പോൾ അവരെ വെഡ്ഡിങ്, അതേപോലെ ബർത്ത്ഡേ, പിന്നെ ഈ റംസാൻ, ഇങ്ങനെയുള്ള സ്പെഷ്യലായിട്ടുള്ള ഡേയ്സിൽ ഇങ്ങനെയുള്ള അടിപൊളിയായിട്ടുള്ള ഫ്ലവേഴ്സ് കൊണ്ട് അവർ ഡിസൈൻ ചെയ്ത് ഈ റൗണ്ട് പോലെ തലയിൽ വയ്ക്കും. അതേപോലെ തന്നെ ഇവർ മുണ്ട് കുറച്ച് പൊക്കി കൊടുത്തിട്ട് പിന്നെ ഒരു ബെൽറ്റ് ഉണ്ട്, ആ ബെൽറ്റിൻ്റെ ഉള്ളിൽ ഒരു കത്തി ഉണ്ട്. അങ്ങനെ ആ ഒരു സ്റ്റൈലിലാണ് ഇവർ നടക്കുന്നത്. ഈ ഭാഗത്തുള്ള ആൾക്കാരെ കണ്ടാലും നമുക്ക് യമനിലുള്ളവരാണോ സൗദിയിലുള്ളവരാണോ തിരിച്ചറിയാൻ പറ്റില്ല. യമനിലൊരു സ്റ്റൈലിലാണ് ഇവിടെയുള്ള സൗദികളും നടക്കുന്നത്. തോപ്പൊന്നും യൂസ് ചെയ്യാറില്ല. ഈ കാണുന്ന ഫ്ലവേഴ്സൊക്കെ സബ്യ അതേപോലെ ഈ ജീസാൻ ഭാഗങ്ങളിൽ തന്നെ കൃഷി ചെയ്ത് വരുന്നതാണ്. ഇതിൻ്റെയൊക്കെ വലിയ തോട്ടങ്ങളൊക്കെ ഉണ്ട് സൈഡിൽ. പുറത്തുനിന്ന് വരുന്ന ഫ്ലവേഴ്സൊന്നുമല്ല, നല്ല ഫ്രഷ് ഫ്ലവേഴ്സാണ്. നമ്മുടെ അവിടെ ഉള്ള മുല്ലപ്പൂവിനേക്കാട്ടും കുറച്ചുകൂടി ക്വാളിറ്റി ഒക്കെ ഉള്ള ഫ്ലവറാണ് ഇവിടെ. നല്ല സ്മെല്ലുമാണ്. ഇതിന് സ്പ്രേ അടിക്കുന്നു, അത്തർ വയ്ക്കുന്നു ഒന്നുമല്ല, ഇതിൻ്റെ ഒറിജിനൽ സ്മെല്ലാണ്. അതേപോലെ കുറച്ച് ഇലകളുണ്ട്, അത് ഈ ഫ്ലവേഴ്സിൻ്റെ ഉള്ളിലായിട്ട് അവർ കെട്ടിവെക്കും. ആ ഇലകൾക്കാണെങ്കിലും ഭയങ്കര സ്മെല്ലാണ്. ഈ സൂക്കിലോട്ട് വരുമ്പോൾ തന്നെ ആ സ്മെല്ല് നമ്മുടെ മൂക്കിലോട്ട് അടിച്ചു കയറും. പിന്നെ ഇവർ ഇത് കെട്ടുന്നത് കാണാനും ഒക്കെ നല്ല സ്റ്റൈലാണ്. ഐസ് ബോക്സ് പോലത്തെ ഒരു സാധനത്തിനകത്താണ് ഇവർ ഈ ഫ്ലവേഴ്സും അതേപോലെ ഈ ഇലകളും ഒക്കെ സ്റ്റോർ ചെയ്യുന്നത്. എന്നിട്ട് ആവശ്യക്കാർ വരുമ്പോൾ അതിനകത്ത് നിന്ന് എടുക്കും. കെട്ടി വെച്ചതാണെങ്കിലും കെട്ടാനുള്ളതാണെങ്കിലും ഒക്കെ ഐസ് ബോക്സിലാണ് സ്റ്റോർ ചെയ്യുന്നത്. എന്നിട്ട് ആവശ്യക്കാർ വരുമ്പോൾ അതിനകത്ത് നിന്ന് എടുത്തുനിന്ന് കോയിൽ പേപ്പറിൽ ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. ഈ കെട്ടുന്ന റൗണ്ടായിട്ടുള്ള അവർ തലയിൽ വയ്ക്കാൻ ഉപയോഗിക്കും. അതല്ലാതെ അവർ നീളത്ത് കെട്ടിയിട്ട് അത് നമ്മുടെ റൂമിലൊക്കെ സ്മെല്ലിനായിട്ട് തൂക്കിയിട്ടും ഉപയോഗിക്കാൻ പറ്റും. അതെല്ലാം ഈ സൂക്കിൽ അവൈലബിളാണ്. ഇത് പെരുന്നാളിൻ്റെ ഒരു സമയം ആയതുകൊണ്ട് തന്നെ ഫുൾ ലൈറ്റെല്ലാം ഇട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ വന്നാൽ പിന്നെ തിരിച്ചു പോകാൻ തോന്നില്ല. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് അത്തർ, അതേപോലെ പെർഫ്യൂം, സ്പ്രേ, ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും സെയിലും ഉണ്ട്. നമ്മൾ പറയുന്ന സ്മെല്ലിന് അവരത് മേക്ക് ചെയ്ത് നമുക്ക് തരും. അതേപോലെ കല്യാണ സീസണൊക്കെ വന്നാൽ നമുക്ക് ഈ സൂക്കിൻ്റെ അടുത്തോട്ട് അടുക്കാൻ പോലും പറ്റില്ല, അത്ര റഷായിരിക്കും. പിന്നെ കുറേ പേര് അവരെ ഈ സൗദികളെയൊക്കെ വാഹനങ്ങളിലൊക്കെ സ്മെല്ലിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ വെക്കുന്നത് പോലെ തന്നെ അത് വാങ്ങിച്ചിട്ട് വെക്കും. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് നോക്കിയപ്പോൾ ഇവിടെയുള്ള കുട്ടികളൊക്കെ ഈ കട്ട വെച്ചിട്ടുള്ള കളി, നമ്മൾ കോഴിക്കോട് ബീച്ചിലൊക്കെ രാത്രി പോയാൽ കളിക്കും. അവിടെയൊക്കെ എനിക്ക് പൈസ വെച്ചിട്ടാണ് തോന്നുന്നു കളിക്കുക. അത് എനിക്ക് തോന്നുന്നു പോലീസൊക്കെ കണ്ട ഇതാണെന്ന്. പോലീസൊക്കെ വരുമ്പോൾ അവർ എഴുന്നേറ്റ് ഓടുന്നത് കാണാം. പക്ഷേ ഇവിടെ പബ്ലിക്കായിട്ടാണ് ഈ മക്കൾ ഇത് കളിക്കുന്നത്. ഇവർ കാശൊന്നും വെച്ചിട്ടല്ല, അവരെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതേപോലെ നമുക്ക് ഡിസൈൻ ചെയ്തിട്ട് ഈ ഒരു ഇതിലും കിട്ടും. ഇത് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ ഇതാക്കുന്നതാണ്. പെരുന്നാളിന് ഒരു വീട്ടിൽ നിന്ന് മറ്റേ വീട്ടിലോട്ട് പോകുമ്പോൾ അവരിങ്ങനെ ഫ്ലവേഴ്സിൻ്റെ ഒരു ബാസ്ക്കറ്റൊക്കെ ആയിട്ട് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പാകത്തിന്. അതേപോലെ ചോക്ലേറ്റും വലിയ ഒരു ബാസ്ക്കറ്റിനകത്ത് ചോക്ലേറ്റൊക്കെ നിറച്ചാക്കിയിട്ടാണ് അപ്പുറത്തെ വീട്ടിലോട്ടൊക്കെ പോവുക. ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് അപ്പോൾ വാങ്ങിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ഈ തലയിൽ വയ്ക്കുന്ന ഒരു സാധനം വാങ്ങിച്ച് 5 റിയാലാണ് അവർ നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷേ ഞാനത് തലയിലൊന്നും വെച്ചിട്ടില്ല, വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു 1.5 വീക്ക് എനിക്ക് കറക്റ്റ് അത് വാടിയിട്ടുമില്ല, അതൊന്നും ആയില്ല. നല്ല സ്മെല്ലുണ്ടായിരുന്നു വീട് മുഴുവനായിട്ടും. ഇത് സ്പ്രേ അല്ലാന്ന് നമുക്ക് മനസ്സിലാവും അതിൻ്റെ സ്മെല്ല് കണ്ടാൽ. പിന്നെ ഈ സൂക്കിൻ്റെ ഉള്ളിലൊക്കെ പെരുന്നാൾ പ്രമാണിച്ച് ഫുൾ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോരുത്തർ ഇങ്ങനെ വണ്ടിയിൽ വരും. എന്നിട്ട് അവർ എവിടേക്കാണോ ഗിഫ്റ്റ് കൊടുക്കാനുള്ളത് അവർക്ക് പറ്റുന്ന സാധനങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ
മേടിച്ചുകൊണ്ട് പോകും. ഇവിടെ വെറുതെ വന്നിട്ട് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ലേഡീസിൻ്റെ ഒരുപാട് ഷോപ്പുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ നമുക്ക് അവരോടൊക്കെ സംസാരിച്ചിട്ടിരിക്കും. എനിക്ക് നല്ലോണം ലാംഗ്വേജ് ഒന്നും അറിയില്ല, പക്ഷേ എനിക്ക് അറിയുന്ന ഭാഷയിൽ ഞാൻ സംസാരിക്കും. ഈ സൂക്കിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഗോൾഡ് സൂക്കാണ്. ആ ഭാഗത്തേക്കൊന്നും നമ്മൾ പോയില്ല. നല്ല റഷ് ഉണ്ടായിരുന്നു ആ ഭാഗത്തോട്ടൊക്കെ. പിന്നെ പാർക്കിംഗ് ഒക്കെ കുറവായിരുന്നു. ഒരുപാട് പേരൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ഈ സ്ഥലങ്ങളിൽ മാത്രം നടന്നിട്ട് പോകുന്നു. ഇതിൻ്റെ ഉള്ളിൽ മലയാളീസിൻ്റെ ഷോപ്പൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയി അവരെയൊക്കെ കണ്ട് സംസാരിച്ച്, പിന്നെ ഈ പാക്കറ്റിൽ ചിപ്സ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ, ഫുഡ് ഐറ്റംസൊക്കെ, സ്നാക്സ്, ഇതൊക്കെ ഇവിടെ സെയിലുണ്ട്. അതൊക്കെ കണ്ടു, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ഈ ഷോപ്പുകളിലൊക്കെ നടന്ന് ഞങ്ങൾ വീഡിയോ എടുത്തു. നല്ല അടിപൊളി ഫ്ലവേഴ്സ്, റോസ്, അത് നല്ല കട്ടിയുള്ള ഏതളൊക്കെ ആയിട്ടുള്ള റോസ് ഒക്കെ വില. ഇവർ കണ്ടില്ലേ തലയിൽ വെച്ചത്. ഇങ്ങനെ ഓൾമോസ്റ്റ് ഇല്ല നടന്നു പോകുന്ന ഒരുവിധ ആൾക്കാർ മുഴുവനും വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ റംസാൻ്റെ സമയമായത്, പെരുന്നാളായതുകൊണ്ട് അവർക്ക് സ്പെഷ്യൽ ഡേ ആണല്ലോ. അപ്പോൾ എല്ലാവരും ഇത് തലയിൽ വെച്ചിട്ട് പോവുമല്ലോ. അത് നല്ല മനോഹരമായിട്ടാണ് ഇവരിത് കെട്ടിയത് തന്നെ. അത് തന്നെ കണ്ടാൽ നമുക്ക് മേടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങും. ഇതൊക്കെ അതിൻ്റെ സൈഡിലുള്ള ഫ്ലവറാണ്. ഞാൻ ഇത് ദൂരത്ത് നിന്ന് കണ്ടപ്പോൾ പ്ലാസ്റ്റിക് ഫ്ലവറാണെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനടുത്ത് പോയപ്പോഴാണ് ഒറിജിനൽ ഫ്ലവറാണെന്ന് മനസ്സിലാകുന്നത്. ഇവിടെയുള്ള ചെടിയാണെങ്കിലും ഇങ്ങനെയുള്ള ഏത് ഐറ്റംസ് ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ഉണ്ടാവുക. ചെറിയ മക്കളൊക്കെ ഇരുന്ന് കണ്ട് ഇത് കെട്ടുന്നുണ്ട്. ഈ ഭാഗത്തുനിന്ന് കുട്ടികളൊക്കെ ഇത് കെട്ടുന്നുണ്ട്, വലിയവരും കെട്ടുന്നുണ്ട്, പിന്നെ ലേഡീസും കെട്ടുന്നുണ്ട്. പിന്നെ കുറേ പേര് വൈകുന്നേരം ചുമ്മാ വന്നിരിക്കുന്നവരുണ്ട്, കഥയൊക്കെ പറഞ്ഞിട്ട്, പ്രായമായവരൊക്കെ. പിന്നെ ഇതിൻ്റെ വേറൊരു സൈഡിനകത്ത് ഊത് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് വിൽക്കുന്നത്. സുഗന്ധദ്രവ്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. പിന്നെ ഇവർ ഈ ഷോപ്പിൻ്റെ